2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവ്വം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു. കുഞ്ഞിൻ്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിൻ്റെ DNA പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു. ഭ്രൂണത്തിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല. പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു. ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടല്ല. പിന്നെ എന്നെന്ത് വിശ്വാസമില്ല. പിന്നെ എന്തൊരു പ്രശ്നം?